ഇന്ന് മാർച്ച് 8, ഇന്ന് നമ്മളെ ദിവസമാണ്, വുമൻസ് ഡേ അല്ലേ? നമുക്ക് സ്ത്രീകൾക്കായിട്ട് ഇങ്ങനൊരു ദിവസം എങ്ങനെ വന്നു, എങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്കറിയണ്ടേ? 1857 ന്യൂയോർക്കിലുള്ള ഒരു തുണി മില്ലിലുള്ള കുറച്ച് സ്ത്രീകളാണ് ഇങ്ങനെയൊരു ഡേ നമുക്ക് കൊണ്ടുവരാൻ കാരണം കേട്ടോ. അവരെ സാലറി കൂട്ടി കൊടുക്കാനും അതുപോലെ തന്നെ അവരെ ജോലി സമയം കുറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് സ്ത്രീകൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവും നമ്മൾ സ്ത്രീകൾ അടിമകളല്ല എന്നുള്ളതും അവർ ചെയ്യുന്നതിൻ്റെ വാല്യൂ എന്താ എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ശബ്ദം ഉയർത്തി തുടങ്ങി എന്നുള്ളതാണ്. ഇങ്ങനെ പല ഭാഗങ്ങളിലും എന്ത് ചെയ്തു, സ്ത്രീകൾ ശബ്ദം ഉയർത്താൻ തുടങ്ങി. ഇതിൻ്റെ ഭാഗമായി 1975 ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 എന്നുള്ളത് നമ്മളെ ദിവസമായിട്ട് വുമൻസ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡേ കിട്ടുന്നത് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ എല്ലാവരും ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് പോരാടുക എന്നുള്ളതാണ്. ഇക്വാലിറ്റി വേണം, ശരി തന്നെയാണ്. എന്നാലും നമ്മളെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ സ്ത്രീകൾ ആരുടെയും അടിമയല്ല എന്നുള്ളതും നമ്മൾക്കുണ്ട് കഴിവുകൾ, അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവരല്ല എന്നുള്ളത് ഇന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ജോബാണെങ്കിലും പിന്നെ നമ്മളെ ഫാമിലിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് പൊരുതേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമ്മളെ പ്രവൃത്തി കൂടി നമ്മളത് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ സ്ത്രീകൾക്ക് സ്ത്രീകളതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, അതുപോലെ പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്നും ഞാൻ കൂടുതൽ നമ്മൾ പുരുഷന്മാരെ കൂടെ എത്തണം എന്നുള്ളതിൽ അങ്ങോട്ട് ഫുള്ളായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ചില ലിമിറ്റേഷൻസുകൾ നമുക്കും ഉണ്ട്. ഇതിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വാദിക്കാൻ വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ചില കാര്യങ്ങളിൽ നമുക്കുണ്ട് ലിമിറ്റേഷൻ, അവർക്കുണ്ട് ലിമിറ്റേഷൻ. അത് നമുക്ക് അംഗീകരിച്ച് കൊടുക്കാതിരിക്കാൻ വയ്യ. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾ എന്നുള്ളത് ആരെയും അടിമകളല്ല. അത് നമ്മൾ പിന്നെ കുടുംബത്തിലാണെങ്കിലും ശരി, ഒരു ജോലി ചെയ്യുന്നിടത്താണെങ്കിലും ശരി, ഇപ്പോൾ ജോലിയിലാണെങ്കിലും നമുക്കറിയാം ചില സ്ഥലങ്ങളിലൊക്കെ കൂലി കൊടുക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്യും, സ്ത്രീകൾക്ക് കുറഞ്ഞും പുരുഷന്മാർക്ക് കൂടുതലും കൊടുക്കും. അപ്പോൾ അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരും നമ്മളും ചെയ്യുന്നത് ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, ആ ഒരു വ്യത്യാസം പാടില്ല എന്നത് തന്നെയാണ് ഞാനും പറയുന്നത്. പിന്നെ നമുക്കറിയാം, നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ആൺകുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ഓരി ഉണ്ടാവും, പെൺകുട്ടികൾ അത് അവനാണല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. അപ്പോൾ ഈ ഒരു ആണുങ്ങൾ എന്നുള്ളത് കുറച്ച് മുകളിലാണ് എന്ന് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. സമൂഹത്തിനപ്പുറത്ത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി അല്ലേ? നമ്മളൊരു പിന്നെ എന്ത് സാധനം എടുക്കുകയാണെങ്കിലും, ഒരു ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ആണുങ്ങൾ കഴിഞ്ഞിട്ടേ പെണ്ണുങ്ങൾ തിന്നാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നല്ല പീസുകൾ ആണുങ്ങൾക്ക് കൊടുക്കും, പെണ്ണുങ്ങൾക്ക് ചെറുത്, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് ഇപ്പോൾ കുറവാണ്. ഇപ്പോഴത്തെ ഈ ഒരു ന്യൂ ജനറേഷനിൽ അത് കുറവാണ്. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, കുറച്ച് മുന്നുള്ള ആ ഒരു ജനറേഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അപ്പം ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ്? നമ്മളെ വീട്ടിൽ നിന്നല്ല കൊണ്ടുവന്നിട്ടുള്ളത്. അവർക്ക് അവരെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അത് അവരെ ഒരു ജനറേഷനിലും അത് അപ്ലൈ ചെയ്ത് കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോഴത്തെ നമ്മളെ ന്യൂ ജനറേഷൻ ഇതിനൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് അവർ വേറൊരു രീതിയിലാണ് പോകുന്നത്. അതിൽ ചിലതൊക്കെ നല്ലതുണ്ട്, ചിലത് ചീത്തയും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്കറിയാം നമുക്ക് എത്രത്തോളം കഴിവുണ്ട് എന്നുള്ളത്. നമ്മളിനി ഒരേ സമയത്ത് നമ്മളെ ഫാമിലി കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മളെ ജോബ് സ്ഥലത്തുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ നമ്മളെ സ്ത്രീകൾക്കുള്ള ഒരു പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, നമ്മളെ മെമ്മറി പവറുകളൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ജോലിക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നാലും നമ്മളെ വീട്ടിലുള്ള ജോലികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതേ സ്ഥലത്ത് നമ്മൾ പുരുഷന്മാർ ജോലിക്ക് പോയി വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവർ റെസ്റ്റ് എടുക്കാം, വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അറിയണ്ട അല്ലേ? പക്ഷെ അതേ സമയത്ത് സ്ത്രീ ആണെങ്കിലും നമ്മൾ പോയി നമ്മൾ വീട്ടിലത്തെ കാര്യം അറിയണം, നമുക്കൊരു റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പുരുഷനും നമ്മളെ ഹെൽപ്പ് ചെയ്യും, അതിലൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ അവിടെയൊക്കെ ഈ പറഞ്ഞ മാതിരി ഒരു ഈക്വാലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയില്ല, അവർക്ക് ചെയ്യുന്നതിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, നമ്മൾക്ക് ചെയ്യുന്നതിലും ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഓരോ കാര്യങ്ങളിൽ അത് നിങ്ങളെ ബുദ്ധിയിൽ, നിങ്ങളെ യുക്തിയിൽ നിങ്ങൾ അത് മനസ്സിലാക്കുക ഞാൻ എന്താ പറയുന്നത് എന്നുള്ളത്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് ഇതിന് വാളെടുത്ത് വരുന്ന ആളുകളുണ്ടാവും. നോ ഇഷ്യൂ, അത് ഓരോരുത്തർക്കും ഓരോരോ കൺസെപ്റ്റാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സ്ത്രീകൾ എന്തല്ല അബലയല്ല പ്രബലയാണ് എന്നുള്ളത് നമ്മൾ കഴിവുകൾ കൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. പല മേഖലകളിലും ഇന്ന് സ്ത്രീകൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇനിയും അങ്ങനെ ആവട്ടെ. നമ്മളെ കഴിവുകൾ ആരെടുത്തും അതിനു വേണ്ടി പോരാടിയിട്ടല്ലാതെ തന്നെ നമ്മളെ പ്രവൃത്തി കൊണ്ട് നമ്മളത് തെളിയിക്കണം. അങ്ങനെ ആയിത്തീരട്ടെ എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വനിതാ ദിന ആശംസകൾ നേരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ഒരു മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.